ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് നോക്കാം ഇതിലെങ്ങനെയാണ് ഈ ഒരു ഗ്ലാസ് എഫക്റ്റ് കൊടുത്തിരിക്കുന്നതെന്നും അതുപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് സ്കൈ ബോക്സ് സെറ്റ് ചെയ്യണമെന്ന് ഉള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഞാൻ മുകളിലേക്കും താഴെയിട്ടൊക്കെ ഇങ്ങനെ അനക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് റിഫ്ലക്ഷനും കാര്യങ്ങളും ഈ ഗ്ലാസ്സിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് നമുക്ക് സ്കെച്ചപ്പ് ഫയൽ ഓപ്പൺ ആക്കാം. ഓൾറെഡി ഓപ്പൺ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ലൈറ്റും കാര്യങ്ങളും ചെടികളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാസ്സാണ് അല്ലേ. ഇത് ഗ്ലാസ് സെറ്റിങ്സ് ഇതിലുള്ള ഇത് തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് എൻസ്കേപ്പിൻ്റെ തന്നെ എൻസ്കേപ്പ് മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കിതാ ഇവിടെ റിഫ്ലക്ഷൻ, ബാക്കിയൊക്കെ സെറ്റിങ്സ് ഒന്നും മാറ്റിയിട്ടില്ല. റിഫ്ലക്ഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റഫ്നെസ് 0% ആക്കി വെച്ചിരിക്കുന്നു. സ്പെക്കുലർ എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ് ഒരു 100% കൂട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട്, അതായത് ഇത്രയും നല്ല ഒരു റിഫ്ലക്ഷൻ ആ ഒരു ഗ്ലാസ്സിൽ കിട്ടുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു കർട്ടനും കൂടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിൻ്റെ അകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ അപ്പുറത്തെ സൈഡിലെ വിൻഡോയുടെ ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് വരാതിരിക്കാനാണ് അപ്പോൾ വലുതായിട്ട് കാണാതിരിക്കാനാണ്, ചെറുതായിട്ട് കാണാം പക്ഷെ എന്നാൽ വലുതായിട്ട് കാണാതിരിക്കാനാണ് ബാക്കിൽ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു റിഫ്ലക്ഷൻ ഇവിടെ ഫീൽ ചെയ്യും ഔട്ട്പുട്ടിൽ. ഓക്കെ, ഇനി സ്കെച്ചപ്പിലേക്ക് പോവാം. സ്കെച്ചപ്പിൽ ഞാൻ ഈ റഫ്നെസ് വാല്യൂ ഒന്ന് കൂട്ടുകയാണ്. റഫ്നെസ്സിൻ്റെ വാല്യൂ ഞാനൊന്ന് കൂട്ടുകയാണ്, 100 ആക്കി. ഇനി നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കുക, നമുക്ക് അത്രയും ഒരു റിഫ്ലക്ഷൻ ഇവിടെ കിട്ടുന്നില്ല. കണ്ടില്ലേ? റഫ്നെസ് കൂട്ടിയപ്പോൾ ഇതിലൊന്നും ആ ഒരു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കിയപ്പോഴത്തേക്ക് കണ്ടോ ആ ഒരു റിഫ്ലക്ഷൻ ഇതിലൊന്നും കിട്ടുന്നില്ല. സ്കെച്ചപ്പിൽ പോവാം. റഫ്നെസ് ഞാൻ കുറച്ചു, എന്നിട്ട് സ്പെക്കുലർ ഞാൻ അതും കുറച്ചു. ഇനി ഒന്നും കൂടെ നമുക്ക് പ്രൊജക്റ്റിലേക്ക് പോകാം. ഇതാണ്ടോ ഇവിടെ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അതായത് റിഫ്ലക്ഷൻ ഒന്നും നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇനി ഞാൻ സ്പെക്കുലർ ഒരു 50% കൂട്ടുകയാണ് കേട്ടോ. എൻ്റർ ചെയ്തു. ഇനി നമുക്കൊന്ന് നോക്കാം. 50% കൊടുത്തപ്പോഴും നമുക്ക് ഒരു ചെറിയ രീതിയിൽ അത് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് 3D ആണ്, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടണം അല്ലേ. ഈ ചെറിയ രീതിയിൽ കിട്ടിയോണ്ടോ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ നമ്മുടെ വർക്ക് മറ്റുള്ളവർ അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൻ്റെ വാല്യൂ 100 ആക്കുകയാണ്. 100 ആക്കി. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ഇതിലേക്ക് വരാം. ഇതാണ്ടോ ഇപ്പോൾ നല്ല റിഫ്ലക്ഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്കെച്ചപ്പിൽ നമുക്ക് ഗ്ലാസിൻ്റെ വാല്യൂ കൊടുക്കേണ്ടതും സെറ്റ് ചെയ്യേണ്ടതും ഒക്കെ. ഇനി നമുക്ക് എൻസ്കേപ്പിൽ അത് എങ്ങനെയാണ് കുറച്ചും കൂടെ, കാരണം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള മരങ്ങളുടെ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ചിലർ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ മരങ്ങളൊക്കെ കൊണ്ടുവച്ചാലും നമുക്ക് കറക്റ്റ് ആംഗിളിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടണമെന്നില്ല. ഇത് ചെയ്ത് നോക്കുന്ന ആളുകൾക്കറിയാം, അവരെത്ര മരങ്ങൾ കൊണ്ടുവച്ചാലും ചിലപ്പം കറക്റ്റായിട്ട് ഇതിൽ തന്നെ കിട്ടണം. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ ഗ്ലാസ്സിൽ വരണമെന്നില്ല, ചിലപ്പോഴേ കിട്ടുള്ളൂ. അത് ഭാഗ്യം പോലെ ഇരിക്കും. അത് നമുക്ക് കുറേ സെറ്റിങ്സ് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്കെങ്ങനെ അതൊരു കറക്റ്റ് ചെയ്ത് വരാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതായത് എൻസ്കേപ്പിൻ്റെ സ്കൈ ബോക്സ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു റിഫ്ലക്ഷൻ, അതിൽ മരങ്ങളുടെ റിഫ്ലക്ഷൻ കിട്ടുകയുള്ളൂ. ആ സ്കൈ ബോക്സിൽ നിന്ന് കൊണ്ടുവരുന്ന HDR ഇമേജിലും മരങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പം ഞാനിവിടെ ഇപ്പം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് നമ്മുടെ മോഡലിന് മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്കങ്ങ് മാറ്റുമ്പോഴത്തേക്ക് ഇതുപോലെ ഉള്ള ഒരു ഇതായിരിക്കും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്നത്. എൻ്റെ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്കൈ ആണ് കാണുന്നത് അല്ലേ. ഇതിൽ ക്ലൗഡൊന്നും വലുതായിട്ട് ഇല്ല. വിഷ്വൽ സെറ്റിങ്സ് എടുക്കുമ്പോഴത്തേക്ക് സ്കൈയിൽ ഹൊറൈസണിൽ സോഴ്സ് ഇപ്പോൾ ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത്. കാരണം ഇങ്ങനെയായിരിക്കും നമ്മൾ ഒരു എൻസ്കേപ്പിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്നത്. ഇവിടെ ഞാൻ ഡെൻസിറ്റി എല്ലാം കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ക്ലൗഡ്സിൻ്റെ ഡെൻസിറ്റി ഞാനിവിടെ കുറച്ച് വച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ വെച്ച് റെൻഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ആ വാല്യൂ കൂട്ടി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലെല്ലാം അത് കാണാൻ പറ്റും. കണ്ടില്ലേ? ഞാൻ കുറയ്ക്കുന്നതനുസരിച്ച് കണ്ടോ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലും നമുക്ക് ആ ഒരു വ്യത്യാസം കണ്ടോ. ഇവിടെയൊക്കെ ഗ്ലാസ്സിൽ ആ മേഘങ്ങളുടെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ. നമ്മൾ ഈ ഒരു സ്കൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെൻഡറിങ് ഔട്ട്പുട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് അങ്ങ് കുറച്ചങ്ങ് വയ്ക്കുന്നത്. കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പ്രത്യേകിച്ചൊരു ലുക്കുണ്ട്. നമ്മൾ ഈ ഹൊറൈസൺ എന്നുള്ളതിൽ സോഴ്സ് ഞാൻ
സ്കൈ ബോക്സ് ഇടുന്നു. കാരണം എൻ്റേതായ, അതായത് എനിക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെയാണ് കൊണ്ടുവരേണ്ടത്. ഇതുപോലെ പ്ലെയിൻ സ്കൈ വേണമെന്നുള്ളവർക്ക് പ്ലെയിൻ സ്കൈ കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ വരണം എന്നുള്ളതിൽ ഞാനെന്താ സ്കൈ ബോക്സ് എടുക്കുന്നു. വെളിയിൽ നിന്നൊരു HDRI ഇമേജ് എനിക്കിവിടെ കൊണ്ടുവരണം. അപ്പോൾ ഞാൻ സ്കൈ ബോക്സ് എടുക്കുന്നു. അപ്പോൾ ലോഡ് സ്കൈ ബോക്സ് ഫ്രം ഫയൽ എന്ന് കാണിക്കുന്നു. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഞാൻ ഒരു HDR ഇമേജ് എടുക്കുകയാണ്. ഓട്ടോമാറ്റിക് അത് ബാക്കിൽ വന്നു. കണ്ടോ? അത് ബാക്കിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. കണ്ടോ? ഇതിലെല്ലാം നമ്മുടെ ആ ഗ്ലാസ്സിൽ ഇങ്ങനെ മരങ്ങൾ ഇതാ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ മരങ്ങൾ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വയ്ക്കണം. അത് ഞാൻ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് നമ്മൾ ഫ്രണ്ടിൽ മരം വയ്ക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് ഷാഡോ അടിക്കാൻ വേണ്ടി നമ്മൾ കുറേ മരങ്ങളൊക്കെ ഫ്രണ്ടിൽ വയ്ക്കും. ചിലപ്പോൾ അതും കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണും, അത് വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിനെ എങ്ങോട്ട് തിരിച്ചാലും കണ്ടോ, വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ആ ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് നല്ല രീതിയിൽ കാണാം. ഒരു ഒറിജിനൽ ഫീൽ ചെയ്യും ഇല്ലേ? നമ്മുടെ വർക്കിന് ഒരു ഒറിജിനാലിറ്റി ഇവിടെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ HDR ഇമേജിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം. ആ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതിനൊപ്പം തന്നെ സൂര്യൻ്റെ പൊസിഷനിലും വ്യത്യാസം വരും. നമുക്കതൊന്ന് നോക്കാം. സെറ്റിങ്സ് എടുത്തിട്ട് സ്കൈ ഇവിടെ റൊട്ടേഷൻ. അപ്പോൾ ഈ റൊട്ടേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇവിടുത്തെ വാല്യൂ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. വാല്യൂ ഇവിടെ അതുപോലെ ബ്രൈറ്റ്നസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. കാരണം തിരിച്ച് നമുക്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ കറക്റ്റ് വാല്യൂ കിട്ടണമെന്നില്ല. അപ്പം എന്ത് ചെയ്താലും നമ്മൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്യണം, വാല്യൂ മാറ്റുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ഞാനിവിടെ വാല്യൂ മാറ്റുകയാണ്. അപ്പോൾ വാല്യൂ മാറ്റുമ്പോൾ സംഭവിക്കുന്നത് നോക്കുക. നിങ്ങൾ ഈ റിഫ്ലക്ഷനിലും കൂടെ ഒന്ന് നോക്കിക്കൊള്ളുക. കണ്ടോ? സൂര്യനും മാറുന്നു, അതുപോലെ തന്നെ ആ ഒരു റിഫ്ലക്ഷനിൽ മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിപ്പോൾ തിരിച്ച് ആ 47 എന്നുള്ളതിൽ തന്നെ കൊണ്ടുവരികയാണ് വാല്യൂ. ഞാനിപ്പോൾ ബ്രൈറ്റ്നസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. കേട്ടോ? ബാക്കിലത്തെ ബ്രൈറ്റ്നസ് കുറഞ്ഞു വരുന്നതും ബ്രൈറ്റ്നസ് കൂട്ടുകയും ബാക്കിലാണ്. ഫ്രണ്ടിലത്തേൽ നമ്മുടെ ആ ഒരു മോഡലിൽ അത് എത്രത്തോളം എഫക്റ്റ് ആവുന്നില്ല. ബാക്കിലത്തെ ബ്രൈറ്റ്നസ് കൂടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇനി നിങ്ങൾക്ക് ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് സൺ ബ്രൈറ്റ്നസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ? അപ്പോൾ നമ്മുടെ ആ മോഡലിൽ വെട്ടം നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റായി കിട്ടും. ഓക്കെ. പിന്നെ ഉള്ള ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിനിൽ പോയിട്ട് ഇവിടെ ഓട്ടോ എക്സ്പോഷർ എന്നുള്ള ഈ ഒരു സംഭവം, ആ ഓട്ടോ അങ്ങ് മാറ്റിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് വെട്ടം ബാക്കും രണ്ടും, അതായത് ബാക്കിലെ HDR ഇമേജും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഇമേജിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെട്ടം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. കേട്ടോ? അപ്പോൾ രണ്ടും ഈക്വലായിട്ട്. മറ്റേ രണ്ടും സെപ്പറേറ്റ് ആണ്. HDRന് സെപ്പറേറ്റ്, നമ്മുടെ മോഡലിന് സെപ്പറേറ്റ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും ഈക്വലായിട്ട് നിങ്ങൾക്ക് ആ ഒരു വെട്ടത്തിൻ്റെ ആ വെളിച്ചത്തിൻ്റെ ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അകത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലൈറ്റ്, നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ലൈറ്റിൻ്റെ ഇത് കൂട്ടണമെന്നുണ്ടെങ്കിൽ, വെട്ടം അതിൻ്റെ വെളിച്ചം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഞാൻ മുൻപ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു മോഡലിൽ, അതായത് ഈ HDR ഇമേജിൽ സൂര്യൻ്റെ പൊസിഷൻ മാറാതെ നമ്മുടെ ഈ ഗ്ലാസ്സിൽ കാണുന്ന റിഫ്ലക്ഷൻ എങ്ങനെ മാറ്റാം നോക്കാം. അതിന് വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടുത്തെ ഈ ഒരു ടിക്ക് അങ്ങ് മാറ്റിയതിന് ശേഷം അതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഞാൻ ടിക്ക് ഇട്ടതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരാം. ഞാൻ ഈ റൊട്ടേഷൻ ഒന്ന് മാറ്റിയാണ്. കേട്ടോ? റൊട്ടേഷൻ മാറ്റുന്നതിനനുസരിച്ച് HDR ഇമേജിലെ സൂര്യൻ്റെ പൊസിഷനും മാറുന്നു. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഷാഡോ നീങ്ങുന്നുണ്ട് ഇല്ലേ? കണ്ടല്ലോ? വ്യക്തമാണല്ലോ? ഇനി ഞാൻ പഴയ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ 47 ആണ് അതിൻ്റെ ഒരു ഡിഗ്രി ആംഗിളിലാണ് അത് നിൽക്കുന്നത്. ഓക്കെ. ഇനി ഞാൻ ഈ ഒരു ടിക്ക് മാർക്ക് മാറ്റുകയാണ്. കേട്ടോ? അതായത് ബ്രൈറ്റസ്റ്റ് പോയിൻ്റ് ആസ് സൺ ഡയറക്ഷൻ എന്നുള്ള ഈ ഒരു ടിക്ക് ഞാൻ മാറ്റുകയാണ്. ഇനി ഞാൻ റൊട്ടേഷൻ ചെയ്യുന്നു. കണ്ടോ? നമ്മുടെ സൺ പൊസിഷൻ ഒന്നും മാറുന്നില്ല, അതേ ഷാഡോയും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. ഞാൻ തിരിച്ച് നമ്മുടെ 47 ആംഗിളിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ ഈ ചെയ്തതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ പറയാം.
ബ്രൈറ്റസ്റ്റ് പോയിന്റ് ആസ് സൺ ഡയറക്ഷൻ. ഈ ക്ലിക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സൺ ഡയറക്ഷൻ ഒരിക്കലും മാറത്തില്ല. അതായത് സൺ ഡയറക്ഷൻ മാറത്തില്ല, സണ്ണിൻ്റെ ഷാഡോ ഒരിക്കലും മാറത്തില്ല. നമുക്ക് നമ്മുടെ ഈ ഒരു റിഫ്ലക്ഷനിൽ കാണുന്ന ടെക്സ്ചർ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ജലദോഷം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, ക്ഷമിക്കുക. കാരണം മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ്, പനി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഞാൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറ്റുകയാണ് കേട്ടോ. ഈ ടിക്ക് മാറ്റുന്നു. ശരി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഷാഡോയ്ക്കൊന്നും വ്യത്യാസം വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ആ ഷാഡോ ഓൾറെഡി ഇങ്ങനെയായി. സ്വല്പം വ്യത്യാസം, പക്ഷേ നീങ്ങുന്നില്ല. ഒന്ന് താഴോട്ടായത് മാത്രമേ ഉള്ളൂ, പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് നീങ്ങുന്നില്ല. എന്താണ് അതിന് കാരണം? അപ്പം ഞാൻ കുറേ ഇങ്ങനെ നോക്കി. കാരണം ഇനി സ്കെച്ചപ്പിൽ നമ്മൾ കൊടുത്തേക്കുന്ന സൺ ഡയറക്ഷൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ? അല്ല, അതൊന്നും കൊണ്ടല്ല. അപ്പോൾ എന്താണ് അങ്ങനെ വരാനുള്ള കാരണം? അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഈ സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ വന്ന് തട്ടുന്നത് നമ്മുടെ ഈ ഒരു മോഡലിലാണ് അല്ലേ. ഞാനിത് ഓഫ് ചെയ്യുമ്പോൾ ഈ പ്രകാശകിരണങ്ങൾ നേരെ അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്, ബാക്കിലോട്ടായിരിക്കും അല്ലേ. HDR ഇമേജിലുള്ള സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഷാഡോ ഇങ്ങനെ താഴോട്ടേക്ക് വരുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ശരിയാണോ എന്ന് എനിക്കറിയില്ല.